ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്നില്ല, പക്ഷേ കുറച്ചും കൂടിയും കഴിക്കാൻ നല്ലത് ബോൺലെസ് ചിക്കൻ ആയിരിക്കും. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 കപ്പോളം മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മല്ലിയിലയുടെ പകുതിയോളം പുതിന ഇല ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ ചിക്കനിൽ നന്നായി മസാലയൊക്കെ പിടിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഇപ്പോൾ ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. അപ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പ് ഫ്രൈ ചെയ്യുന്നതിനും 15 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് വിട്ട് മാറി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബട്ടറും ഓയിലും നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിക്കൻ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ ഈ ചിക്കൻ കുറച്ച് സോഫ്റ്റായിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. തിരിച്ചിട്ട് കഴിഞ്ഞാലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ആവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കന് നല്ലൊരു മണവും ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിന് ചെറുതായി ഒന്നൊരു പുകമണം വരുത്തണം നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്കിലൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് കനലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കനലിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി പുക വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ചിക്കനിലെല്ലാം തന്നെ നല്ല പുകമണം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.